സംഭവിച്ചത്? ഈ റാം എന്തിനാ ഇവിടെ വന്നത്? ഇവ സീതയുടെ കഴുത്തിൽ താലി കെട്ടിയോ? ഭഗവാനെ, ആ പ്രതാപ് എങ്ങാനും വന്ന് കണ്ടു കഴിഞ്ഞ എന്റെ ഒരു ഗതി. ഭാഗ്യം അങ്ങേര് വിടില്ല. ഇതാ, ഇത് കൊള്ളാം. ഇത് തന്നെ എടുക്കാം അല്ലേ? ഇത് ബില്ല് ചെയ്യാൻ എടുത്തോളൂ. വാ പോവാം. സീത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മാഡം, ക്യാഷോ കാർഡോ? ലോയർ രുദ്രപ്രതാപിനെ അറിയില്ലേ? അദ്ദേഹം വന്ന് പേ ചെയ്തോളൂ. രുദ്രപ്രതാപ് സാറോ? അദ്ദേഹം എപ്പോ വരും മാഡം? ഒരു മിനിറ്റ്, ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ഹലോ അളിയ, എവിടെയാ ഉള്ളേ? ഞങ്ങള് താലിമാല വാങ്ങി ക്യാഷ് കൗണ്ടറിന്റെ അടുത്ത് കാത്തിരിക്കുകയാണ്. അയ്യോ, നിങ്ങൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് എന്തിനാ പോയത്? ഞങ്ങള് മഹാലക്ഷ്മി ഫൈനാൻസിന്റെ അടുത്തുള്ള വിനായക ജ്വല്ലേഴ്സ് എന്നാ പറഞ്ഞത്. അയ്യോ, ശരി ശരി, ആയിക്കോട്ടെ, വരൂ വരൂ. ഇദ്ദേഹമാ ലോയർ രുദ്രപ്രതാപ് എന്നറിയപ്പെടുന്ന RP എന്നാ പൊതുവെ പറയാറ്. വലിയ ഫേമസ് ലോയറാ. അവര് വന്ന് ക്യാഷ് അടച്ചോളും. ഞങ്ങൾ ഇത് കൊണ്ടുപോക്കട്ടെ? മാം, അത് ശരിയാവില്ല. അദ്ദേഹം വന്ന് ബില്ലടച്ചതിന് ശേഷം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അയ്യോ, അദ്ദേഹം വന്ന് പൈസ തരുമെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ഞങ്ങളെ എന്താ വിശ്വാസം ഇല്ലേ? ഞങ്ങളെ കണ്ടിട്ട് എന്താ കള്ളന്മാരാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? അതെങ്ങനെ ശരിയാവും മാഡം? ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാനാവൂ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? കാർഡ് തന്നിട്ടില്ലേ? അദ്ദേഹം വന്ന് പേയ്മെന്റ് ചെയ്യുമെന്ന് പറഞ്ഞാ എന്താ മനസ്സിലാവില്ല നിങ്ങക്ക്? ഫോൺ ചെയ്യണോ? സംസാരിക്കണോ? നിക്ക്, നീ തന്നെ സംസാരിക്ക അവരോട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിനക്ക്. മാഡം, നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ വഴിക്ക് വാ. കണ്ടോ സീതേ, നമ്മുടെ അളിയന്റെ പവർ എന്താന്ന് കണ്ടോ? മാഡം, ആ നോസ്പിൻ ഒന്ന് തരാവോ? അതും ചേർത്ത് ബില്ല് ചെയ്യായിരുന്നു. അയ്യോ, ബില്ലാക്കാൻ വേണ്ടി എടുത്തിട്ട് മറന്നുപോയത് കണ്ടോ? അടിച്ചോ. നടക്ക്, ഇനിയും കുറെ വാങ്ങാനുണ്ട്. സീത, നിങ്ങൾ ചെല്ലേ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. വാ. ഒരാവശ്യമില്ല. നിന്റെ അമ്മയുടെ കൂടെ മര്യാദയ്ക്ക് നടന്നോ. മുത്തശ്ശി, ഞാൻ അളിയനെ ഇല്ലേ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിട്ട് വരാം. നിങ്ങൾ ഇവരെയും കൊണ്ട് അങ്ങോട്ട് ചെന്നേ. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നിന്റെ ഫ്രണ്ട് എന്താ ചെറിയ കുട്ടിയാണോ? ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? വന്നോളൂ, അങ്ങോട്ട് നടക്ക്.
അങ്ങനെയാണോ? എന്നാ പിന്നെ നമുക്ക് കാണാമല്ലോ. നടക്കങ്ങോട്ട്. ഇവക്ക് കാണിച്ചു കൊടുക്കാം. നിക്കടാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തേച്ചി പറ. നോക്കു മോനെ, ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കാനൊന്നും നിക്കണ്ട. ഇപ്പോ സീതയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുവല്ലേ. അപ്പൊ നീ അങ്ങനെ തോന്നുന്ന സമയത്ത് അവിടെ വീട്ടിൽ പോകുന്നത് വരുന്നത് എല്ലായിടത്തും വെച്ച് കാണുന്നത് ഇതൊക്കെ ഇനി ഇച്ചിരി കുറയ്ക്കുന്നത് നന്നാവും. ഇതൊന്നും അത്ര നല്ലതല്ലെന്നേ. ഞാനും ഇത്രയും ദിവസം സിഹിയുടെ ഫ്രണ്ട് ആണല്ലോ എന്ന് വെച്ചാ നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോ അവരെ രണ്ടുപേരെയും നോക്കാൻ ഞങ്ങളുടെ അളിയനുണ്ടല്ലോ. ഇനി നീ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞു വന്നാ അവരുടെ ഭാവി എന്താകുമെന്ന് പറ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. എന്ത് അണ്ടർസ്റ്റാൻഡോ എന്തോ. ഞങ്ങളുടെ സിഹി ചെറിയ കുട്ടിയാ, അവക്കൊന്നും മനസ്സിലാവില്ല. അവള് വാശി പിടിക്കും. പക്ഷേ നീ ചെറിയ കുട്ടിയല്ലല്ലോ. നമ്മുടെ സീതയ്ക്കും ഇതൊന്നും പറയാൻ അറിയില്ല. അതുകൊണ്ട് നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാ മതി. ഇനി എന്താ, ഞങ്ങളുടെ അളിയൻ ഇപ്പൊ ഇങ്ങ് വരും. നിനക്ക് പോവാറായില്ലേ? ശരി ചേച്ചി, യു ഗൈസ് ക്യാരി ഓൺ. ഞാൻ നാളെ ഇറങ്ങട്ടെ. ദൈവതീരുമാനം. ഇനി എന്ത് വിധിയെന്ന് തിരയുന്ന മനുഷ്യൻ ഇന്നലെ നഷ്ടമായതെല്ലാം വിധിയാണെന്ന് പറയും. ജീവിച്ചിരിക്കുന്ന നിമിഷമാണ് ദൈവതീരുമാനം. അതിനെ അംഗീകരിക്കുന്നതാണ് ജീവിതം. ഇതെഴുതിയാളിപ്പോ ജീവനോടെ ഇല്ല. അതുപോലെയാണ് ഞാൻ. സൂരി, എനിക്ക് ടൈമായി, ഞാൻ ഇറങ്ങട്ടെ. പോകാൻ പറയാനായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ നിന്നോട് പോകാൻ പറഞ്ഞേനെ. എന്തിനാ ഞാൻ നിൽക്കാൻ പറഞ്ഞത്? അതിലെന്തോ കാര്യമുണ്ടെന്നല്ലേ അർത്ഥം. എന്ത് കാര്യം സൂരി? എന്താ അവന് പറ്റിയത്? അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അല്ലേ? അവനെ കാണാതെ നീ ഇതുവരെ വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ പോവാന്ന് പറയുന്നു. അവനാണെങ്കി എന്തോ നഷ്ടപ്പെട്ട പോലെ, അവനെ അവൻ തന്നെ മറന്ന പോലെ വേറെ ഏതോ ലോകത്താ. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോ എന്തോ എന്നെ ഇന്ന് മറച്ചു വെക്കുന്ന പോലെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. എന്തോ ഉണ്ടെന്നുള്ള കാര്യം കൺഫേമാ. ഞാൻ എന്താ പറയേണ്ടത് സൂരി? നീ എന്താ മറച്ചു വെക്കുന്നത് അത് പറ. ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. പക്ഷേ കാര്യങ്ങളെ കുറിച്ച് സീരിയസാ സൂരി. ഞാൻ കാണാതൊന്നുമല്ലല്ലോ. അതും സത്യമാണ്. നിങ്ങളുടെ ശ്രീരാമൻ ഇഷ്ടപ്പെടുന്ന ആ കുട്ടിയുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താടാ പറയുന്നേ? ആ സൂരി, അതാണ് അവൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നീ എന്താണ് എന്നോട് നേരത്തെ പറയാഞ്ഞ റാസ്കൽ? കല്യാണം ഫിക്സ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ടൈം ബോംബ് ഫിക്സ് ചെയ്യുന്ന പോലെയാ. അത് കറക്റ്റ് സമയത്ത് കട്ട് ചെയ്തില്ലെങ്കിൽ അവന്റെ ജീവിതം പൊട്ടിത്തെറിക്കും. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് സൂരി? എന്താന്ന് വെച്ചാലേ, നമ്മുടെ രാജ്യത്ത് ദിൽവാലെ, ദുൽഹാനിയ, ലേ ജായക എന്ന സിനിമ കുറെ കാലം ഓടിയില്ലടാ.
ഞാനും അത് കണ്ടിട്ടൊന്നുമില്ല, അതുകൊണ്ടല്ലടാ. പക്ഷേ അതിന്റെ കഥയൊക്കെ എനിക്കറിയാം. അതൊരു സിനിമയാ സൂരി. കല്യാണ മണ്ഡപത്തിൽ നിന്ന് കല്യാണ പെണ്ണിനെ എടുത്തോണ്ട് പോകുന്നത് സിനിമയിലൊക്കെ നടക്കും. പക്ഷെ ഇത് റിയൽ ലൈഫാ. അതിൽ ഹീറോ നമ്മുടെ രാമ. ജീവിതേ സിനിമയെക്കാളും വലുതാ. 3 മണിക്കൂറിലെ സിനിമയിൽ ഇത്രയൊക്കെ സംഭവിക്കുമെങ്കിൽ വലിയൊരു ജീവിതം അതിൽ എന്തൊക്കെ സംഭവിക്കുന്നു ആലോചിച്ചു. സംഭവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ലല്ലോ നിങ്ങളുടെ പേരക്കുട്ടി ശ്രീരാമൻ. എല്ലാ വാതിൽ അടച്ചു വെച്ച് അവിടെ തന്നെ ഇരിക്കുക. നോക്കടാ പൊട്ട, പ്രണയം സത്യമാണെങ്കിൽ ആ പ്രണയം വിജയിക്കും. സത്യമുള്ള പ്രണയത്തിന് ആ ശക്തിയുണ്ട്, അല്ലെങ്കിൽ അത് പ്രണയമല്ല. നിന്റെ ഫ്രണ്ടിന്റെ പ്രണയത്തിൽ സത്യമുണ്ടോ? അവന്റെ മനസ്സ് ശുദ്ധവാ, അപ്പൊ അവന്റെ പ്രണയവും സത്യവാ. അത്രേ ഉള്ളൂ. അതതിന്റെ വഴിക്ക് നടന്നോളൂ. അതൊക്കെ നടന്നോളൂ എന്ന് പറഞ്ഞ പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കരുതിയേ? ഞാൻ അവന്റെ മുത്തശ്ശനായിരിക്കും. അവന് കോടിക്കണക്കിന് സ്വത്ത് കൊടുക്കാനും പറ്റും. എന്നാലേ അവന്റെ പ്രണയത്തിനെ അവൻ തന്നെ വിജയിപ്പിക്കണം. അവന്റെ ജീവിതം അവൻ തന്നെ തീരുമാനിക്കണം. അവന്റെ വഴിയില് അവൻ തന്നെ നടക്കണം. നടക്കും. സുലോചന ചേച്ചി, സാരി വളരെ നന്നായിട്ടുണ്ട്. എത്ര രൂപയായി? 20,000 രൂപ. ഒക്കെ അളിയൻ വാങ്ങി തന്നതാ. ഓ അതെ അതെ, എന്റെ കല്യാണത്തിനെ 3500 രൂപയുടെ സാരി കൊടുത്തെ. 20,500 എന്ന് പറയുമ്പോ കൂടുതലല്ലേ? എന്നാലും കല്യാണത്തിന് ഈ സാരി ഒന്നും പോരുന്നേ. കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിരുന്ന നന്നായിരുന്നു. ആ ചേച്ചി, ഞാൻ അവളോട് എത്ര പറഞ്ഞതാന്നറിയോ? അവളുടെ കണ്ണിൽ ഈ പഴന്തുണിയൊക്കെ പിടിക്കത്തുള്ളൂ. എന്ത് ചെയ്യാനാ? നമ്മുടെ സീതയ്ക്ക് വലിയ ആർഭാടത്തിലുള്ള സാരി ഒന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അവളുടെ ഭർത്താവ് നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോളാൻ പറഞ്ഞത്. എന്നാലും അവന് ഇത്രയൊക്കെ ചെലവാക്കിയില്ലേ? 20,000 രൂപയുടെ സാരിയാ വാങ്ങിയത്. ഇനി എന്തായാലും സീത ഭാഗ്യം ചെയ്തവളാ. കല്യാണത്തിന് വന്നേക്കണേ, മറക്കല്ലേ. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഇല്ലില്ല, മറക്കില്ല, വരാം. ചേച്ചിയോടും കൂടാ. വെള്ളിയാഴ്ച രാവിലെ റെഡി ആയിരിക്കണേ, വേഗം പോണം. നിങ്ങളെല്ലാരും ഈ സാരിയെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെയാ? എന്റെ ഫ്രോക്കിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ചക്കര, നിന്നെ പോലെ ക്യൂട്ടാ മോളെ നിന്റെ ഫ്രോക്കും. താങ്ക് യു മുത്തശ്ശി. നീ എപ്പോഴാടി ഇത് വാങ്ങിയത്? ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ലല്ലോ. അല്ല, പിങ്ക് ഫ്രോക്ക് വേണോന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ബ്ലൂ വാങ്ങിച്ചത്? പിങ്ക് എന്റെ ഫേവറേറ്റ് കളറാ. പക്ഷെ എന്റെ ഫ്രണ്ടിന് ബ്ലൂ ഫേവറേറ്റ് കളർ. അതുകൊണ്ടാ ഞാൻ മേടിച്ചത്. എടി സിഹി, എത്ര തവണ പറയണം നിന്നോട് ഇങ്ങനെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കരുതെന്ന്? എന്താ അങ്ങനെ പറയുന്നേ? അവൻ എന്റെ ഫ്രണ്ടാ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. വെറുതെ ഓരോന്ന് പറയണ്ട സിഹി. ആ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് മര്യാദക്ക് അകന്നു നിന്നോ. ഇല്ല ഇല്ല ഇല്ല, എന്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ എന്റെ ഫ്രണ്ടിനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. സിഹി, ഹോംവർക്ക് എന്തൊക്കെയാ ചെയ്യാനുള്ളതെന്ന് നോക്കിയിട്ട് വാ. സീതേ, നിന്റെ മോൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. ഒന്ന് മര്യാദ പഠിപ്പിച്ചോ. എടുത്തി ചെറിയ കുട്ടിയാ, അവള് പറയുന്നതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എടുക്കുന്ന എന്തിനാ? നിന്നോട് പറയേണ്ട കാര്യം അവളോട് പറഞ്ഞല്ലോ. അത് എന്റെ തെറ്റാ. ഇന്ന് ഞാൻ ആ റാമിനോടും പറഞ്ഞതാ. ഇംഗ്ലീഷിൽ അവനെന്തോ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അവന് വല്ലോ മനസ്സിലായോന്ന് ദൈവത്തിനറിയാം. എടുത്തി, റാമിനോട് നിങ്ങൾ എന്താ പറഞ്ഞത്? സീതയുടെ കല്യാണം ഉറപ്പിച്ചു. ഇനി മുതല് സിഹി സീത എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കണ്ട, കുറച്ചൊരകലമൊക്കെ ഇട്ട് നിക്കണോന്ന് പറഞ്ഞു. ഇപ്പോ നിന്നോട് എനിക്ക് അതാ പറയാനുള്ളത്, മനസ്സിലാക്കിക്കോ. എടുത്തി, അവനോട് എന്തിനാ അങ്ങനെ സംസാരിച്ചത്? അവൻ എത്ര വിഷമായിട്ടുണ്ടാവും. ആയിക്കോട്ടെ, അതിലിപ്പോ എന്താ തെറ്റ്? അവനെന്റെ ഫ്രണ്ടാ എടുത്തി. നോക്ക് സീതേ, ഈ ഫ്രണ്ടും ബാക്കും ഒക്കെ ഓഫീസിൽ ഉണ്ടായിരിക്കുന്ന നല്ലത്. അല്ലാതെ വീട്ടിലേക്ക് ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിന്റെ കല്യാണം ഉറപ്പിച്ചതാ, അത് മനസ്സിലാക്കിക്കോ. മുത്തശ്ശി, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? റാം വളരെ നല്ല പയ്യനാ. നമ്മുടെ സീമോൾ അവന് ഭയങ്കര ഇഷ്ടമാ. എന്നാലും കല്യാണം കഴിയാത്തൊരു ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് വിഷമം ഉണ്ടാക്കൂലേ? റാം അത് മനസ്സിലാക്കി പെരുമാറണ്ടേ? ഞാനും കുറെ നേരമായിട്ട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് ഓഫീസിൽ വെച്ച് കാണണം. ഹേയ് സൂപ്പർടാ, കാണണമെന്നല്ലേ പറഞ്ഞേ? എന്തോന്ന് സൂപ്പർ. കല്യാണം ആവുമ്പോ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? ഇവളാണ് ഇതേ ഓഫീസിലേക്ക് വരാൻ വേണ്ടി റെഡി ആവുന്നു. പിന്നെന്തിനാടാ പൊട്ട, നീയായിട്ടൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നില്ല? അറ്റ്ലീസ്റ്റ് സീതയെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ലേ? അതിന് സംസാരിക്കാനായിട്ട് എന്താടാ ഉള്ളത്? അതാ ഞാൻ പൊട്ടാന്ന് പറഞ്ഞത്. സീതയ്ക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെങ്കിലോ? ഏയ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാതടാ. അവളുടെ മനസ്സ് അങ്ങനെയൊന്നും മാറില്ല. അതെന്താടാ അങ്ങനെ പറയുന്നേ? നിന്റെ മനസ്സ് മാറിയില്ലേ? സീത നീ അത്രയൊക്കെ സ്നേഹിച്ചിട്ട് മറ്റൊരാൾക്ക് കല്യാണം നടത്തി കൊടുക്കാൻ റെഡിയായില്ലേ? അതേപോലെ അവളുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലോ? നിനക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി നിന്നോട് അല്പം സംസാരിക്കാൻ. നീ ഒന്നും മിണ്ടാതിരിക്കുക. മോനെ പ്ലീസ്, ഇനി ഇങ്ങനെ തമാശയ്ക്ക് പോലും പറയരുത്. സീതയ്ക്കിപ്പോ ഒരു പുതിയ ജീവിതം കിട്ടാൻ പോവാ. ഞാൻ കാരണം അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. സീത പുതിയ ജീവിതം തുടങ്ങേണ്ടത് നിന്റെ കൂടെയാണടാ. ഇപ്പോഴെങ്കിലും സീതയുടെ അടുത്ത് പോയി നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം പറ. ഞാൻ ആരെ ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഞാൻ അവരെ കാണുന്നത് അവരുടെ ലൈഫിനെ ബാധിക്കും. എന്ത്? അപ്പൊ നീ ഇന്നവരെ കാണാൻ പോകുന്നില്ലേ? എടാ റാം, റാം ഇതുവരെ ഓഫീസിലെത്തിയില്ലേ? വന്നിട്ടുണ്ടാവും, എവിടെയാണെന്നറിയില്ല. ഈ നേരം ആവുമ്പോഴത്തേക്ക് എത്തുമല്ലോ. മിക്കവാറും അശോക് സാറിന്റെ അടുത്തായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ. ഞാൻ പോയി നോക്കട്ടെ. മേ കം ഇൻ സർ? പ്ലീസ് കം. സീത പറയൂ, എന്താ കാര്യം? സർ, റാമിനെ എവിടെയും കാണുന്നില്ല. ഇവിടെ ഉണ്ടോന്ന് നോക്കാൻ വന്നതായിരുന്നു. റാം അവൻ എവിടെയാ ഉള്ളതെന്ന് അറിയോ സർ? അല്ല, ഡെയിലി നിങ്ങളുടെ അടുത്തല്ലേ ഇരിക്കുന്നേ? രണ്ടുപേരും കുറെ സംസാരിക്കും, ഒരുമിച്ച് ഭക്ഷണവും കഴിക്കും. എന്നിട്ട് അവൻ എന്താണെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ? സോറി, റാം എവിടെയാണെന്നല്ലേ ചോദിച്ചത്? കാര്യം പറയാം, കേട്ടോ. റാം ഇസ് ഇൻ ലവ്. അവനൊരാളെ ഇഷ്ടമാണ്. സർ, ഇത്ര നല്ലൊരു കാര്യം നിങ്ങളിങ്ങനെ പേടിപ്പിക്കുന്ന പോലെ പറയുന്നത് എന്താ? റാം കണ്ടോ, ഈ കാര്യം എന്നോട് പറഞ്ഞതേയില്ല. ഇപ്പൊ തന്നെ പോയി ചോദിച്ചു നോക്കട്ടെ. ഇതെങ്കിലും വർക്കൗട്ടായാൽ മതിയായിരുന്നു. ഗണേഷ്, മാഡം, റാമിനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അതെ മാഡം, പ്ലേ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ആണോ? താങ്ക് യു. റാം